ബാലൂട്ടാ, ദേ ബാലൂട്ടാ, ദേ നോക്കി ഉറക്കത്തിൽ അപ്പോ രണ്ടു മൂന്നോട്ടം ഞെട്ടി. പണ്ടുള്ളവര് പറയും അച്ഛന് ഈശ്വരഭക്തി തീരെ കുറയുമ്പോഴാ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടണമെന്ന്. ബാലൂട്ടാ, ദേ കേട്ടു. അതുകൊണ്ട് ബാലൂട്ടനൊന്ന് അമ്പലത്തിലൊക്കെ പോണം. പോവോ? പറ്റുമെങ്കിൽ ഒരു ശയന പ്രദക്ഷിണം തന്നെ ആയിക്കോട്ടെ, അപ്പുവിന് വേണ്ടി ചെയ്യോ? ശരിക്കും ചെയ്യോ ബാലൂട്ടാ? ദേ ബാലൂട്ടാ, കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു. വരുന്നില്ലേ? ഞാൻ വന്നോ. മീനാക്ഷി പോയിക്കോളൂ. ദേ വരുന്നില്ലേ? വരാ. അപ്പു ഉറങ്ങിയോ? ഉറങ്ങി. അപ്പു മാത്രമല്ല, കേശുവും അമ്മിണിയടുത്തേയും പണിക്കരേട്ടനും ഒക്കെ ഉറങ്ങി. എല്ലാരും കിടന്നോ? കഴിക്കാനുള്ളതൊക്കെ ഞാൻ വിളമ്പിക്കൊടുത്തോളാന്ന് പറഞ്ഞപ്പോ അമ്മിണിയടുത്തേക്ക് വലിയ സന്തോഷായിരുന്നു. അയ്യോ പതുക്കെ. എന്താ? ഭാമയും ഇങ്ങനെയായിരുന്നു. ഞാൻ 3 നേരവും കഞ്ഞി കുടിക്കുന്ന കാണാനായിരുന്നു അവൾക്കിഷ്ടം. അറിയാം. ഒക്കെ അറിഞ്ഞല്ലേ? അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഒക്കെ അറിഞ്ഞു, നീ ഒക്കെ അറിഞ്ഞു. പക്ഷേ ഒന്നറിഞ്ഞില്ല. എന്നെ അറിഞ്ഞില്ല നീ. എന്റെ പൊന്നുമോന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് പോലും ഞാൻ ഇരിക്കാത്ത എന്താണെന്നറിയോ നിനക്ക്? അവന്റെ അമ്മയുടെ ഓർമ്മകൾ എനിക്ക് വരാതിരിക്കാനാ. രാത്രിയും പകലും ആവശ്യത്തിലേറെ തിരക്ക് വാരി തലയിൽ വെച്ച് നടക്കുന്ന എന്തിനാണെന്നറിയോ നിനക്ക്? എന്റെ ഭാമയുടെ ഓർമ്മകൾ ഒരല്പം പോലും വരാതിരിക്കാനാ. താങ്ങില്ലത്. അത് താങ്ങാനുള്ള കരുത്തില്ല ഈ മനസ്സ്. ലോകത്തിൽ ഒരിക്കലും എന്റെ ഭാമയ്ക്ക് ഭാരമാവാനാവില്ല. ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഇവിടുന്ന് പൊയ്ക്കോളെന്ന് ഒരിക്കലും ഞാൻ നിന്നോട് പറയില്ല. പക്ഷേ അല്പമെങ്കിലും നന്മ നിന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീയായിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. ഇപ്പോ ഈ വീടിന്റെ കാലാവസ്ഥ ഏതാണ്ടൊന്ന് പിടികിട്ടി കാണുമല്ലോ. ഇനിയിപ്പൊ മോളുടെ ഭാവം എന്താ? പണിക്കരേട്ട, അപ്പുവിന്റെ പപ്പയോട് എനിക്കൊന്നുമില്ലായിരുന്നു ഇതുവരെ, സത്യം. പക്ഷെ ഇപ്പോഴാ ഞാനങ്ങ് പ്രേമിച്ചു പോയത്. എന്തോന്ന് പ്രേമോ? സ്വന്തം ഭാര്യ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന മനുഷ്യനെ ലോകത്തിലേത് പെണ്ണാ പ്രേമിച്ചു പോകാത്തത്? ഞാനങ്ങ് വെറുതെ വിട്ടേക്കുന്ന. അയ്യേ,
പെങ്കൊച്ച് വെളുപ്പാൻ കാലത്ത് തന്നെ അപ്പുമോനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചോണ്ട് പോയി. എങ്ങോട്ട്? ക്ലബിലേക്ക്. വെള്ളത്തിലാ കളി. കാലത്തെ മുതലേ ബോട്ടിൽ കിടന്ന് കറക്കാം. എന്തൊരു സ്പീഡാ! കറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അവളോട് ഇതിൽ എത്ര വേണേലും എടുത്തോളാൻ പറ. മുഴുവൻ വേണമെങ്കിൽ മുഴുവനും, എന്നിട്ട് പിരിഞ്ഞു പോയിക്കോളാൻ പറ. ഡിസ്മിസ്. ഓ, ആ ജോലി ഞാൻ തന്നെ ഏൽപ്പിക്കുക. ഞാൻ തിരികെ വരുമ്പോ അവൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഉണ്ടായ പിന്നെ താനും കരച്ചനായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്ക്. ഓ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ചെവിയിലൊന്ന് പിടിച്ചോ. കാര്യം എന്താന്ന് വെച്ചാൽ പറയൂ. ആ കൊച്ചിനെ, ആ. ആ മീനാക്ഷിക്ക് ഇന്നലെ അർദ്ധരാത്രി പോലെ സാറിനോടൊരു പ്രേമം പോലും. ഒന്ന് പോടും. എന്താ പണിക്കരേട്ടാ വെളുപ്പാങ്കാലത്തെ വെറും വയറോടെ കടവില്? ദേ, ഞാനൊരു ഗൗരവക്കാരനാ. കളി തമാശ എനിക്ക് പിടിക്കില്ല. ഞാനിപ്പോ പറയാൻ പോകുന്നതും ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്ത് വന്നാലും മീനാക്ഷിയെ ആ വീട്ടിനകത്തോട്ട് കയറ്റരുതെന്ന് ബാലു സാറ് വളരെ കർക്കശമായിട്ട് പറഞ്ഞിരിക്കുക. അയ്യടാ, കർക്കശമായിട്ട് പറഞ്ഞിരിക്കുന്നു. വെറുതെ എന്റെ ജോലി കളയിക്കരുത്. വൈകിട്ട് വരുമ്പോ കൊച്ച ആ വീട്ടിലുണ്ടെങ്കിൽ എന്നെ പറഞ്ഞുവിടുക, ചതിക്കരുത്. ഇതിൽ എത്ര വേണമെങ്കിലും ഇത്രയും നാൾ ജോലി ഇതെന്റെ കൂലിയായിട്ട് എടുത്തോളാൻ പറഞ്ഞു ബാലു സാർ. നീ എന്തിനാ വിഷമിക്കുന്ന? മറ്റത് കയ്യിലുണ്ടല്ലോ അല്ലേ? എന്ത് പറ്റത്? അതൊന്നും പണിക്കരേട്ടൻ അറിയണ്ട. നീ വാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ചു പോ. അധികം വെള്ളച്ചിലെടുക്കരുത്. കുട്ടി ഇവിടെ വരാനാ പറഞ്ഞത്. പണിക്കരേട്ടൻ വിഷമിക്കാതെ. ചേട്ടന്റെ ജോലിയൊന്നും പോവില്ല. വേണമെങ്കിൽ ഒരു പ്രമോഷനുമായി തന്നേക്കാൻ പോരെ? അപ്പൊ പിന്നെ ഈ രൂപയോ? ആ താൻ എടുത്തോടോ. താനോ? വേണ്ടപ്പോ അധികം ചിരിക്കണ്ട. കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നത്തിലാ. ഇപ്പൊ എന്താ ഒരു പോംവഴി? അതെ, അപ്പുന്റെ പപ്പയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാം. എന്ത് സമ്മാനോ? അത് ആലോചിക്കേണ്ടത്. എന്താ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം? ആ, അപ്പുന് ഇഷ്ടപ്പെട്ട എന്തുവാ? ഇപ്പൊ ഞാൻ അപ്പുവിനൊരു സമ്മാനം തരുന്നു എന്നിരിക്കട്ടെ. എന്ത് സമ്മാനം തന്നാലായിരിക്കും അപ്പുന് കൂടുതൽ ഇഷ്ടം? എന്റെ മമ്മിയെ തരുവോ സമ്മാനായിട്ട്? തരാലോ. മരിച്ചുവരെങ്ങനെ തിരിച്ചു വരും? അതൊക്കെ വരും, നമുക്ക് കാണാം. അപ്പുന് അപ്പുന്റെ മമ്മിയെ കിട്ടിയാ പോരെ? തീർച്ചയായിട്ടും കിട്ടും. നോക്കിക്കോ. എപ്പോ? താമസിയാതെ. ഒരിക്കൽ അപ്പുവിനെ നടുക്കിരുത്തി ഞാനും അപ്പുവിന്റെ പപ്പയും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇതുപോലൊരു സ്പീഡ് ബോട്ടിൽ അങ്ങ് ദൂരെ ദൂരെ പോവും. അപ്പുവിന്റെ മമ്മിയെ തേടി. അന്ന് നോക്കിക്കോ അപ്പുവിന് മമ്മിയെ കിട്ടുവോ കിട്ടില്ലേന്ന്. അപ്പു, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? എന്തുവാ? പറയൂ. ആ, അപ്പുന് എന്നെ ഇഷ്ടമാണോ? എത്ര ഇഷ്ടം? ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാ? ഇത്ര. ഉം. അല്ല, ഇത്ര. ഹേ